ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡക്ക് റോസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് ഈ ഡക്ക് റോസ്റ്റ്. പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ കൂടിയും ഇടിയപ്പത്തിൻ്റെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റിന് അത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഇതിലേക്ക് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകാണ്. അത് നമ്മൾ 3 എണ്ണം നന്നായി ഒന്ന് ചതച്ച് വെക്കാം. ഇത് ചതയ്ക്കുമ്പോൾ ആ ടേസ്റ്റ് കൂടുക കേട്ടോ. അതേപോലെ തന്നെ ചെറിയുള്ളി 250 ഗ്രാമിൽ ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമ്മൾ നന്നായി ഒന്ന് ചതച്ച് വെക്കാം. ഇത് നമുക്കൊരു പാൻ എടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എണ്ണയൊക്കെ നന്നായി ചൂടായതിന് ശേഷമാണ് നമ്മൾ ഈ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്കിതിലേക്ക് ചെറിയുള്ളിയും കൂടി ചേർക്കേണ്ടത്. ചെറിയുള്ളി ചേർക്കുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ചെറിയുള്ളിയും കൂടി ചേർത്താലേ ഒരു ഇത് വരുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് വഴറ്റാൽ മതി. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി ഇതിൻ്റെ ആ പച്ചമണം, വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കേണ്ടത്. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഇങ്ങനെ ഈ ഒരു കളറായി മാറിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിതിലേക്ക് വേണ്ടത് അടുത്ത് നമ്മൾ സവാളയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ സവാള ഞാനൊരു 2 സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നൈസായിട്ട് കട്ട് ചെയ്ത് സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ സവാളയും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഒന്ന് വാടിയതിന് ശേഷം ഞാൻ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി എടുക്കുന്നത്. ഫസ്റ്റ് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഗരം മസാലയാണ്. ഗരം മസാലയും അതേപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റാം. പൊടികളുടെ പച്ചമണക്കം ഒന്ന് മാറണം. അതുകൊണ്ട് നന്നായി ഒന്ന് വഴറ്റി ആ പച്ചമണക്കം മാറുന്ന വരെ നിന്ന് വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വഴറ്റാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് വഴറ്റട്ടെ. ആ പച്ചമണക്കം ഒന്ന് മാറി മസാലയിലൊക്കെ നന്നായി പിടിച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കണ ആ ടൈം ആകുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് 1 കിലോ ഡക്കാണ് എടുത്തിരിക്കുന്നത്. നല്ല ക്ലീൻ ചെയ്ത് വെച്ച ഡക്കാണ്. 1 കിലോ ഉണ്ട്. അപ്പോൾ വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഡക്കാണ് അത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഡക്കൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നന്നായി ഒന്ന് പിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കാൻ നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഞാനിതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച പൊട്ടേറ്റോ ഉരുളക്കിഴങ്ങ് കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനെപ്പോലെ തന്നെ നമുക്ക് ഇതിന് മെയിൻ ഹൈലൈറ്റ് തേങ്ങാപ്പാൽ എടുക്കണം. അതായത് 1 കപ്പ് തേങ്ങാപ്പാൽ. ഇതിപ്പോൾ ഞാൻ 2ാം പാലാണ് ആദ്യം എടുത്തിരിക്കുന്നത്. 2ാം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് നമ്മൾ ഇതിൽ മാറ്റി വയ്ക്കാം. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം 2ാം പാൽ ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡക്കൊക്കെ പെട്ടെന്ന് വേകാൻ വേണ്ടി നമുക്ക് കുക്കറിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് കൊടുക്കുന്നത് വെച്ചാൽ കറിവേപ്പിലയും മല്ലിയിലയാണ്. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും ഞാൻ കുറച്ചൊരു ജാറിലെടുത്തിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം. അപ്പം അതുകൊണ്ട് ഒരു പച്ച കളർ വരും. നല്ല ഡക്ക് റോസ്റ്റിന് ഒരു പച്ച കളറാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവാം. ഇത് 1ാം പാൽ ഞാനത് മാറ്റി വെച്ചതാണ്. അപ്പോൾ 1 കപ്പ് 1ാം പാൽ ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുക്കറിൽ വെന്ത് വന്നതിന് ശേഷം ഇതിപ്പോൾ കുറച്ച് ഉപ്പ് കുറവിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നിങ്ങൾ നോക്കുക. ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇതുണ്ടല്ലോ കറിവേപ്പിലയും മല്ലിയിലയും അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് വെള്ളം നന്നായി ഒന്ന് വറ്റണം. അതായത് നമ്മൾ വേവിച്ചതിന് വെള്ളമൊക്കെ നന്നായി വറ്റി നല്ലൊരു തിക്കായിട്ട് വരണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് 1ാം പാൽ ഒഴിക്കേണ്ടത്. അപ്പോൾ 1ാം പാലും കൂടെ ഒഴിക്കുമ്പോഴാണ് നല്ല തിക്കായി വരുന്നത്. നല്ല ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് 1ാം പാലും കൂടെ ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ വരിക. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് വറ്റി നല്ല വെള്ളമൊക്കെ നല്ല വറ്റി നല്ല തിക്കായി വന്നതിന് ശേഷമാണ് നമ്മൾ ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് പെരുംജീരകപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇത് 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം.
അപ്പം ഇത് ട്രൈ ചെയ്യാത്തവരുടെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.